എന്താ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നീ എനിക്ക് എടാ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ? എന്തേ BJP അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളം BJP ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അത് എന്തെങ്കിലും ആവട്ടെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്വപ്നം ആയിക്കോട്ടെ. സ്വപ്നം എന്തേ? സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം? സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമസ്കാരം. റോബിൻ രാധാകൃഷ്ണൻ BJP-കാരനാണ് എന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം ഒരുപാട് ത്രെഡ് കോൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ് റോബിൻ പറയുന്നത്. അതിലൊരു വീഡിയോ ആണ് റോബിൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തന്നെ റോബിൻ പറയുന്ന ഒരു കാര്യം, ഞാൻ BJP-യോടൊപ്പം പൂർണ്ണമായി നിൽക്കുന്നു, എനിക്ക് പാർട്ടി അംഗത്വമൊന്നുമില്ല, പക്ഷേ ഞാൻ BJP-കാരനാണ്, BJP ഒപ്പം തന്നെ നിൽക്കും എന്നതും പറയുന്നുണ്ട്. BJP-ക്കൊപ്പം നിൽക്കുന്നു. ഈ ത്രെഡ് കോളിന് ശേഷം റോബിൻ ഒരു വീഡിയോ ചെയ്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം BJP പാർട്ടിനെ എനിക്ക് ഇഷ്ടമാണെന്നും എന്റെ പൊളിറ്റിക്കൽ വ്യൂ ധൈര്യമായിട്ട് ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ എന്നെ എതിർക്കാനും അടിച്ചമർത്താനും എന്നെ ഭീഷണിപ്പെടുത്താനും ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ BJP പാർട്ടിയിൽ ഈ സെക്കൻഡ് വരെ ഒരു അംഗത്വം പോലും ഇല്ലാത്ത എന്നെ പോലെ ഒരു സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BJP പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ വന്നു. കാരണം നിങ്ങൾ തന്ന ധൈര്യവും സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, എന്റെ പൊളിറ്റിക്കൽ വ്യൂ ധൈര്യമായിട്ട് ഞാൻ ഈ ലോകത്തോട് പറഞ്ഞപ്പോൾ എന്നെ പോലെ BJP പാർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. അതെന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തോട് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1000 അല്ല, 10,000 അല്ല, ലക്ഷമല്ല, കോടിക്കണക്കിന് ജനങ്ങൾ നമ്മളെ എതിർത്തേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്ത് തന്നെയാണെങ്കിലും ധൈര്യത്തോടെ പറയാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അങ്ങനെ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും നല്ലത് വരുന്ന എന്ത് കാര്യം ചെയ്യുന്നതും രാഷ്ട്രീയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കെല്ലാവർക്കും നിലപാടുകൾ ഉണ്ടായിരിക്കും. നമ്മളെ നിലപാടുകൾ നമുക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും മരിക്കുന്നവരെ ആ നിലപാടിൽ അടിയുറച്ച് നിൽക്കാനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമല്ല, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഒരു BJP-കാരനാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും അഭിമാനവും എനിക്കുമുണ്ട്. ഒന്നാമത് ഇലക്ഷൻസ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് റോബിൻ രാധാകൃഷ്ണന് പോലും ബിഗ് ബോസിൽ ഒരു ഫെയിം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ 1 മില്യൺ ഫോളോവേഴ്സ് നിൽക്കുന്ന ആൾ പെട്ടെന്ന് വന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ മാത്രം നിൽക്കുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇനി മുതൽ പൊളിറ്റിക്സിൽ നിൽക്കാൻ പോവുകയാണെന്നുള്ളത്. ആദ്യമൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു റോബിൻ്റെ കമൻറ്റ് ബോക്സ്. പിന്നീട് ഇപ്പോൾ ഫ്ലഡഡ് വിത്ത് പോസിറ്റീവ് കമൻറ്റ്സ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു പക്ഷേ PR സ്റ്റണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സത്യസന്ധമായിട്ട് റോബിൻ BJP-കാരനായി മാറുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളായിരിക്കാം, എന്തോ ആവട്ടെ. ഇതെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോബിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. അപ്പം അങ്ങനെ പ്രൊഫൈൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോബിൻ. നിലവിൽ BJP-യുടെ പല പേജസിനോടും റോബിൻ ഇപ്പോൾ കൊളാബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് റോബിൻ. ഇനി റോബിൻ്റെ ലക്ഷ്യം, അപ്പോൾ 23-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്, തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. പല നേതാക്കളെയും പല ആളുകളെയും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണാൻ സാധ്യതയുള്ളതിൻ്റെ കൂട്ടത്തിൽ റോബിൻ അംഗത്വം പോലും ഇല്ല എന്നുള്ള ഒരു ഭാഗത്ത് നിൽക്കട്ടെ, റോബിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ എന്നാൽ പോലും റോബിൻ്റെ മുന്നോട്ടുള്ള വഴി എന്താണ്? ഇപ്പോൾ എന്തായാലും പൊളിറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞു, പൊളിറ്റിക്കൽ പാർട്ടി BJP ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും 2024 ഇലക്ഷൻ റോബിൻ നോക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ അറിയില്ല. പാർട്ടി അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ നിൽക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ റോബിനെതിരെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നതും ഇതുപോലെ റോബിൻ്റെ ബൊട്ടീക്കിലേക്ക് വിളിച്ചിട്ട് അധിക്ഷേപ കമൻറ്റുകൾ, തെറിവിളികളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് റോബിൻ പറയുന്നത്. എന്നാൽ ഒരു വലിയ വിഭാഗം കൂട്ടം BJP-യിൽ റോബിൻ ചേർന്നു എന്ന കാരണം കൊണ്ട് പലരും റോബിൻ BJP-യിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ്ഡായി BJP ചേർന്നു എന്നാണ് റോബിൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയും നടക്കുന്നുണ്ടെന്നാണ് റോബിൻ്റെയും അവകാശവാദം. അപ്പോൾ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. റോബിൻ്റെ സ്റ്റെപ്പ് ഇനി അടുത്തത് എന്താണെന്നുള്ളത് ഉറ്റുനോക്കുന്നൊരു ഘടകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.